കോൺഗ്രസ് ഏൽപ്പിച്ച കേരള മുഖ്യമന്ത്രി എന്ന വലിയ ഉത്തരവാദിത്വത്തിന് അഖിലേന്ത്യാ നേതൃത്വത്തിനോട് ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറഞ്ഞ് വി.ഡി. സതീശൻ. ടീം UDF ആയി നിന്ന നേതാക്കളും ലക്ഷക്കണക്കിന് പ്രവർത്തകരുമാണ് തന്നെ ഇതിന് പ്രാപ്തനാക്കിയത്. ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കും, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യണമെന്നാണ് അദ്ദേഹം ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വ്യക്തിപരമായി കിട്ടിയ കാര്യമായിട്ടല്ല, മറിച്ച് ദൈവികമായ നിയോഗമായിട്ടാണ് കാണുന്നത്. ഈ വലിയ വിജയത്തിന് സഹായിച്ചത് AICC ആണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് KC വേണുഗോപാലാണ്. എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പങ്കും അദ്ദേഹം എടുത്തു പറഞ്ഞു. രമേശ് ചെന്നിത്തല എൻ്റെ നേതാവാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം നന്ദി അറിയിച്ചത്. എന്തായാലും 2016 വൻ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷം ജയിച്ചു കയറിയപ്പോൾ ഉമ്മൻചാണ്ടി മാറി നിൽക്കുകയും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ പിന്തുണയാണ് വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ചെന്നിത്തല ഉയർത്തിയ സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെല്ലാം കൃത്യമായ ഇടപെടലുകളാണ് സതീശനും നടത്തിയത്. പക്ഷേ കോവിഡ് കാലത്തിന് ശേഷം വന്ന ഗുഡ് ഗവേണൻസിന്റെ ബലത്തിൽ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലേറി. ആ സമയത്താണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാതെ രമേശ് ചെന്നിത്തല മാറി നിൽക്കുന്നത്. കോൺഗ്രസ് ആകെ ഒരു പ്രതിസന്ധിയിൽ പെട്ടുപോയ നിമിഷം. ഇനി ഒരു തിരിച്ചുവരവ് പാർട്ടിക്ക് സാധ്യമാകുമോ എന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടി അമ്പരന്നു പോയ നിമിഷം. ആ സമയത്താണ് സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നത്. അതായത് ഒരു സ്ഥാനവും അദ്ദേഹത്തിന് വെറുതെ കിട്ടുന്നതല്ല, മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നത്. തളർന്നുപോയ UDFനെ മുന്നിൽ നിന്ന് നയിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയത്തിലേക്ക് നയിക്കാൻ വി.ഡി. സതീശന് കഴിഞ്ഞു. എന്നിട്ടും കപ്പിനും ചുണ്ടിനും ഇടയിൽ പലതും നഷ്ടപ്പെട്ട ആ പഴയ കാലം വീണ്ടും ഓർമ്മ വരികയാണ്. ഇപ്പോൾ UDF വൻ വിജയം നേടുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിൻ്റെയും ഒക്കെ പേരുകൾ കൂടി ഉയർന്നു വരികയാണ്. പക്ഷേ UDF പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മനസ്സിൽ ഒറ്റ പേരേയുള്ളൂ, അത് വി.ഡി. സതീശൻ്റേതാണെന്ന് ഉറപ്പാണ്. അടിമുടി മുങ്ങാൻ നിന്ന ഒരു വള്ളത്തെ അമരത്ത് നിന്നുകൊണ്ട് കരയ്ക്കടുപ്പിച്ച ദ റിയൽ ക്യാപ്റ്റനാണ് സതീശൻ. മികച്ച വായനക്കാരനും സിനിമാ പ്രേമിയും കൂടിയാണ് സതീശൻ. തിരക്കേറിയ രാഷ്ട്രീയ ജീവിതത്തിനിടയിലും അദ്ദേഹം വായനയ്ക്കായി സമയം കണ്ടെത്തുന്നു. ഓരോ വർഷവും താൻ വായിച്ചു തീർത്ത പുസ്തകങ്ങളുടെ പട്ടിക അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. 2025 മാത്രം അദ്ദേഹം 60 പുസ്തകങ്ങൾ വായിച്ചു തീർത്തുവെന്ന് അദ്ദേഹം പറയുന്നു. ഇതിൽ 22 എണ്ണം ഇംഗ്ലീഷ് പുസ്തകങ്ങളായിരുന്നു. 2024 43 പുസ്തകങ്ങളും 2022 21 പുസ്തകങ്ങളും അദ്ദേഹം വായിച്ചിരുന്നു. സൽമാൻ റുഷ്ദിയുടെ നൈഫ്, അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ, അമിതാഭ് ഘോഷിന്റെ ദ നട്ട്മേഗ് സ്കോഴ്സ് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ വായനാ പട്ടികയിലെ പ്രധാന പുസ്തകങ്ങളാണ്. ഡോക്ടർ ലിസ മോസ്കോണിയുടെ ദ മെനോപോസ് ബ്രെയിൻ എന്ന പുസ്തകം വായിച്ചതിനു ശേഷം സ്ത്രീകളോടും സ്വന്തം ഭാര്യയോടുമുള്ള തൻ്റെ മനോഭാവത്തിൽ വലിയ മാറ്റമുണ്ടായതായി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളവരാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത് എന്നാണ് വായനയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. വായന തനിക്ക് വലിയ ഊർജവും സന്തോഷവും നൽകുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങളെയും രാഷ്ട്രീയ യാത്രയെയും കുറിച്ച് വി.ഡി. സതീശൻ എഴുതിയ പുസ്തകമാണ് നേരനുഭവങ്ങൾ.